ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കിങ്ഡം ടെയിൽസ്. കഥ കേൾക്കാൻ ഇഷ്ടമാണോ? നിങ്ങൾ കഥകളൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? ഞാൻ നിങ്ങൾക്കിന്നൊരു കഥ പറഞ്ഞു തരാൻ പോവുകയാണ്. ഞാനിന്ന് പറയുന്ന കഥ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നുള്ള കഥയാണ്. അതുകൊണ്ട് തന്നെ ഈ കഥ സത്യമായിട്ടുള്ളൊരു കഥയാണ് കേട്ടോ. നിങ്ങളിവിടെ ഒരു ബുക്ക് കാണുന്നില്ലേ? എന്താ ഈ ബുക്കിൻ്റെ പ്രത്യേകത? ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. കുറേ കളറുകളുണ്ടല്ലേ? നോക്കിയേ, എത്തൊക്കെ കളറുകളാണ്. ഗ്രീൻ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്, ഗോൾഡൻ ഉണ്ട്, വൈറ്റ് ഉണ്ട്, കുറേ കളറുകളുണ്ടല്ലേ? പിന്നെയോ, ഈ ബുക്കിൻ്റെ പ്രത്യേകത എന്താ? നമ്മുടെ കയ്യിലുള്ള ബുക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്തൊന്നും എഴുതിയിട്ടില്ല അല്ലേ? ഈ ബുക്കിൻ്റെ പേരാണ് വേർഡ്ലെസ് ബുക്ക്. എന്താ? വാക്കുകൾ ഇല്ലാത്ത പുസ്തകം. ഇതിനകത്തൊന്നും എഴുതിയിട്ടില്ലല്ലോ. ഈ ബുക്ക് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് കഥ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ റെഡിയല്ലേ? ഏതാ ഈ കളറ്? ഗോൾഡൻ അല്ലേ? ഈ കളറ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ? ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു രാജ്യത്തെ പറ്റിയാണ്. എപ്പോഴും സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യത്തെ പറ്റി എനിക്ക് ഓർമ്മ വരുന്നത്. അവിടെ എല്ലാം ഫുൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഗോൾഡ് വെച്ചിട്ടാണ്. നമ്മുടെ നാട്ടിലൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, നിങ്ങൾ പോണ റോഡിൽ എവിടെയെങ്കിലും കുറച്ച് സ്ഥലത്ത് ഗോൾഡ് കൊണ്ട് റോഡ് പണിതെന്ന് വെച്ചോ, എന്താ സംഭവിക്കുക? എന്ത് സംഭവിക്കും? സെക്യൂരിറ്റീസിന് നിർത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കള്ളന്മാർ കൊണ്ടുപോകില്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. അപ്പോൾ ഒരു രാജ്യം മൊത്തം, നമ്മുടെ രാജ്യം പോലെ ഒരു രാജ്യം മൊത്തം ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയാലത്തെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി. ഏതാ ഈ രാജ്യം എന്നറിയാമോ? ആ രാജ്യത്തിൻ്റെ പേരാണ് സ്വർഗം. എന്തുകൊണ്ടാണ് സ്വർഗം ഇത്ര മനോഹരമായി എന്നറിയാമോ? അവിടെ ദൈവം വസിക്കുന്നത് കൊണ്ടാ. ദൈവത്തിൻ്റെ രാജ്യമാണ് സ്വർഗം. ആരാ ദൈവം? കുഞ്ഞുങ്ങളെ, ആരാ ദൈവം? ദൈവം സൃഷ്ടാവാണ്. എന്നെയും നിങ്ങളെയും ഒക്കെ സൃഷ്ടിച്ച ഉണ്ടാക്കിയ ആളാണ് ദൈവം. ദൈവം സൃഷ്ടാവാണ്. പിന്നെയോ, ഈ ദൈവം പരിശുദ്ധനാണ്. എന്താണ് പരിശുദ്ധൻ എന്ന് വെച്ചാൽ? ഒരു തെറ്റുപോലും ചെയ്യാത്തതാണ് പരിശുദ്ധൻ എന്ന് വെച്ചാൽ. ദൈവത്തിന് ഒരു തെറ്റുപോലും പറ്റിയിട്ടില്ല. ആ പരിശുദ്ധനായ ദൈവം നമ്മളെയൊക്കെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ബൈബിള് പറയുന്നു, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ജെറമ്യ chapter 31 verses 3, I have loved you with an everlasting love. എന്താ ഈ നിത്യസ്നേഹം എന്ന് വെച്ചാൽ? നിങ്ങളുടെ പപ്പയും മമ്മിയും കൂട്ടുകാരൊക്കെ ചിലപ്പോഴൊക്കെ നിങ്ങളോട് വഴക്കുണ്ടാക്കും അല്ലേ? അല്ലെങ്കിൽ ദേഷ്യം കാണിക്കും അല്ലേ? എന്തുകൊണ്ടാണ്? ചിലപ്പോൾ നമ്മൾ അനുസരിക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കൂട്ടുകാരോട് വഴക്കുണ്ടാക്കുമ്പോൾ ഒക്കെ അവർ നിങ്ങളോട് വഴക്കുണ്ടാക്കും അല്ലേ? പക്ഷെ ദൈവം നമ്മളോട് ഒരിക്കലും വഴക്കുണ്ടാക്കില്ല. അതിനാണ് ദൈവം നമ്മെ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ആ ദൈവം നമ്മളെ എല്ലാവരെയും ആ മനോഹരമായിട്ടുള്ള ഫുൾ ഗോൾഡ് കൊണ്ടുണ്ടാക്കിയ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ആ ദൈവത്തിൻ്റെ രാജ്യത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ രാജ്യത്ത് പോകുവാനായിട്ട് എന്താ ഒരു തടസ്സമുണ്ട്. നമുക്ക് ആ ദൈവത്തിൻ്റെ മനോഹരമായ രാജ്യത്തേക്ക് പോകാനുള്ള ആ തടസ്സം എന്താണെന്നറിയോ? ആ തടസ്സമാണ് അടുത്ത കളറ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. ഏതാ ഈ കളറ്? ബ്ലാക്ക് അല്ലേ? ഈ കറുത്ത കളറ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ദൈവത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റാത്ത വിധം നമ്മെ തടഞ്ഞു നിർത്തുന്ന ആ തടസ്സത്തെ പറ്റിയാണ്. എന്താ തടസ്സം നിങ്ങൾക്കറിയാമോ? അതാണ് പാപം. എന്താണ് പാപമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ? ദൈവത്തിന് ഇഷ്ടമില്ലാതെ നമ്മൾ വാക്കുകൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെയാണ് പാപം എന്ന് പറയുന്നത്. നമ്മൾ ചിന്ത കൊണ്ട് എങ്ങനെയാണ് പാപം ചെയ്യുന്നത്? നമ്മളൊരാളോട് അസൂയ തോന്നണം അല്ലേ? നമ്മുടെ കൂട്ടുകാരൻ നല്ലൊരു പെൻസിൽ കാണുമ്പോൾ നമുക്ക് അവനോട് കുശുമ്പ് തോന്നണത്, അല്ലെങ്കിൽ നല്ലൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നണത്. പിന്നെ നുണ പറയുന്നത്. എങ്ങനെ വാക്കുകൊണ്ട് നുണ പറയുന്നത്? ടീച്ചർ ചോദിക്കില്ലേ, ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ? ആരുടെയും ബുക്കൊന്നും ചെക്ക് ചെയ്യില്ല, ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ചെയ്തു എന്ന് നുണ പറയണത്. പപ്പയും മമ്മി എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇല്ലേ, ഓ മമ്മി ഞാനത് ചെയ്തു എന്ന് പറയണത്, വഴക്കുണ്ടാക്കണത്, ഇതെല്ലാം പാപം എന്നാണ് പറയുന്നത്. ബൈബിളിൽ റോമർ 3:23 പറയുന്നു,
ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. നമ്മളെല്ലാവരും പാപികളാണെന്ന്. പാപത്തിൻ്റെ ശിക്ഷ എന്താണെന്നറിയാമോ? നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. ബൈബിളിൽ റോമർ 6:23 പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. എന്താ ഈ മരണം എന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്നുള്ള അകൽച്ച. നമുക്കൊരിക്കലും സ്വർഗത്തിൽ ദൈവത്തിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല. പക്ഷേ ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവം നമ്മെ രക്ഷിക്കാൻ വേണ്ടി ദൈവം നമ്മളെ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. ആ പദ്ധതി എന്താണെന്നറിയാമോ? അതാണ് അടുത്ത കളറ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. ഏതാ ഈ കളറ്? റെഡ് കളറല്ലേ? ഈ കളറ് കാണുമ്പോൾ ദൈവം നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ചെയ്ത പദ്ധതിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്താ പദ്ധതി എന്നറിയാമോ? ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ആരാത്? അതാണ് യേശു, ജീസസ്. ആരാ യേശു? ദൈവത്തിൻ്റെ പുത്രൻ. യേശു ഈ ഭൂമിയിൽ ജനിച്ചു അല്ലേ? നമ്മളെപ്പോലെ തന്നെ. നമ്മളെപ്പോലെ ജനിച്ചു, നമ്മളെപ്പോലെ വളർന്നു, നമ്മളെപ്പോലെ കളിച്ചു. പക്ഷേ യേശുവിനും നമുക്ക് തമ്മിലൊരു വ്യത്യാസമുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? യേശു ഒരിക്കലും പാപം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു, പാപം എന്താണെന്ന് യേശുവിന് അറിയില്ലായിരുന്നുവെന്ന്. പക്ഷേ ഈ പാപം ചെയ്യാത്തവനായ യേശു പാപികളായ നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. നാം കൈകൊണ്ട് ചെയ്ത പാപങ്ങൾക്ക് പകരമായിട്ട് അവൻ്റെ കൈകളിൽ വലിയ വലിയ ആണി അടിച്ചു. നാം ചിന്ത കൊണ്ട് ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായിട്ട് തലയിൽ കൂർത്ത മുള്ളുകൊണ്ടുള്ള മുൾക്കിരീടം വെച്ചു. ചാട്ടവാറ് കൊണ്ടുള്ള അടി കൊണ്ടു. കാലിൽ ആണി തറച്ചു. നമുക്ക് കിട്ടേണ്ടിയിരുന്ന ശിക്ഷ, ഓരോ ശിക്ഷയും അവൻ ഏറ്റുവാങ്ങി. നമ്മൾ ചെയ്ത ഓരോ പാപങ്ങൾക്കുമുള്ള ശിക്ഷ ആരേറ്റുവാങ്ങി? ദൈവത്തിൻ്റെ ഏകപുത്രനായ യേശു. ഒരു പാപവും ചെയ്യാത്തവനായ യേശു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഏറ്റുവാങ്ങി. ബൈബിളിൽ 1 കൊരിന്ത്യർ 15 3-4 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നുവെന്ന്. അങ്ങനെ അവൻ ഇന്നും ജീവിക്കുന്നത് കൊണ്ട് നമുക്കൊക്കെ ഒരു സമ്മാനം തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് ആ സമ്മാനമെന്ന് നിങ്ങൾക്കറിയാമോ? ആ സമ്മാനമാണ് അടുത്ത കളർ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. ആ സമ്മാനമാണ് ഒരു വിശുദ്ധ ജീവിതം. എന്താണ് വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ? എപ്പോഴും നന്മ ചെയ്യാൻ പറ്റുന്ന, പാപത്തിനോട് നോ എന്ന് പറയാൻ പറ്റുന്ന, ദൈവത്തിൻ്റെ രാജ്യമായ സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന ഒരു ജീവിതമാണ് വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. ഈ വിശുദ്ധ ജീവിതം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ബൈബിളിൽ പറയുന്നു, യോഹന്നാൻ 1:12 ഇങ്ങനെ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് എന്ത് കിട്ടും? ദൈവമക്കളാകാൻ പറ്റും. എന്താ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ? എന്താണ് നാം വിശ്വസിക്കേണ്ടത്? എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഒന്നാമതായിട്ട്, യേശുവേ ഞാൻ പാപിയാണെന്ന് സമ്മതിക്കണം. രണ്ടാമതായിട്ട്, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു മരിച്ചതെന്ന് വിശ്വസിച്ച് ഏറ്റുപറയണം. മൂന്നാമതായിട്ട്, യേശുവേ നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് നമ്മൾ യേശുവിനെ ക്ഷണിക്കണം. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ യേശുവിനെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചാൽ നമുക്ക് ദൈവമക്കളാകുവാനും ദൈവത്തിൻ്റെ കൂടെ സ്വർഗത്തിൽ പോകുവാനും ഒക്കെ സാധിക്കും. ആരാണ് ദൈവം? ദൈവം സൃഷ്ടാവാണ്, പരിശുദ്ധനാണ്. ഈ പരിശുദ്ധനായ ദൈവം എവിടെയാണ് വസിക്കുന്നത്? സ്വർഗത്തിൽ. മനോഹരമായ സ്വർഗത്തിൽ പോകാനുള്ള നമുക്കുള്ള തടസ്സം എന്താണ്? നമ്മളെല്ലാവരും പാപികളാണ് അല്ലേ? ബൈബിൾ പറയുന്നു നമ്മളെല്ലാവരും പാപികളാണ്. പക്ഷേ ഈ തടസ്സം മാറ്റാൻ ദൈവം നമുക്ക് വേണ്ടി ഒരു പദ്ധതി ഒരുക്കിയല്ലേ? എന്താ പദ്ധതി? ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. എന്നിട്ടോ പാപികളായ നമുക്ക് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു. അപ്പോൾ ഈ ക്രിസ്തുവിനെ നമ്മൾ ഏറ്റുപറഞ്ഞ് നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ച് നമുക്ക് സ്വർഗത്തിൽ പോകാനായിട്ട് സാധിക്കും. അങ്ങനെ യേശുവിനെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ച് സ്വർഗത്തിൽ പോകാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക്
ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് നമുക്കവൻ്റെ മക്കളായാലോ? എന്നാൽ നമുക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, നാഥ, ഇന്ന് ഞങ്ങളീ കേട്ട മെസ്സേജിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശുവേ, ഇന്ന് ഈ മെസ്സേജിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായല്ലോ നാഥ, ഞങ്ങൾ പാപികളാണെന്ന്. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നീ ക്രൂശിൽ മരിച്ചതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നാഥ. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നീ ഓരോ കഷ്ടപ്പാടുകൾ സഹിച്ചത്. ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശുവേ നീ കടന്നു വരണമേ. യേശുവേ, നീ കടന്നു വന്ന് ഞങ്ങളെ നിൻ്റെ മക്കളാക്കണമേ. നിന്നിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാവായ ദൈവത്തിൽ ചേരുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഇപ്പം നമ്മൾ ആരായി? യേശുവിൻ്റെ മക്കളല്ലേ? സംശയം വല്ലതും ഉണ്ടോ? നമ്മളൊന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും യേശുവിൻ്റെ മക്കളാകുമോ എന്ന് സംശയിക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം ബൈബിളിൽ എബ്രായർ 13:5 ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവെടിക്കുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന്. ആരാ പറഞ്ഞേ? യേശു നമ്മളോട് പറയുകയാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയേണ്ടതെന്ന് അറിയാമോ? ഞാൻ എന്ന് വെച്ചാൽ ദൈവം, നിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ പേര് പറയണം. ഒരു നാൾ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഫോർ എക്സാമ്പിൾ, ദൈവം ജോണിനെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ദൈവം സാറയെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. അങ്ങനെ പറഞ്ഞ് പഠിക്കണം കേട്ടോ. അപ്പം നമുക്ക് മനസ്സിൽ എന്തെങ്കിലുമൊക്കെ തോന്നുവാണെങ്കിൽ തന്നെ നമ്മൾ അപ്പം തന്നെ പറയണം, ദൈവം സാറയെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന്. അപ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ്. അപ്പം ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന്. അപ്പോൾ നമ്മളിപ്പോൾ യേശുവിൻ്റെ മക്കളായി. ഒരു കുഞ്ഞുവാവ ഉണ്ടായാൽ എന്ത് ചെയ്യും? അതിന് പാലും കുറുക്കും ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ വലുതാക്കും അല്ലേ? അതുപോലെ നമ്മളിപ്പോൾ യേശുവിൻ്റെ കുഞ്ഞാവന്മാരായിട്ടുണ്ടായേക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം? വലുതാവണം അല്ലേ? യേശുവിൻ്റെ കുഞ്ഞാവന്മാരായിട്ട്, യേശുവിൻ്റെ മക്കളായിട്ട് ഇങ്ങനെ വളരാനായിട്ട് എന്ത് ചെയ്യണം? അതിനാണ് അടുത്ത കളറ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. ഗ്രീൻ കളറ് കാണുമ്പോൾ എന്താ നമുക്ക് ഓർമ്മ വരുന്നത്? വളരുന്ന എല്ലാ സസ്യങ്ങളുടെയും ഒക്കെ കളർ എന്താ? ഗ്രീൻ അല്ലേ? ഗ്രീൻ കളർ എന്തിനെയാണ് കാണിക്കുന്നത്? വളർച്ചയെ കാണിക്കുന്നു അല്ലേ? അപ്പോൾ നമുക്ക് എന്താ ചെയ്യണ്ടേ? യേശുവിൽ നമ്മളും വളരണം അല്ലേ? ഗ്രോ ചെയ്യണം. ഗ്രോ ചെയ്യണത് എങ്ങനെയാണ്? നമ്മളെങ്ങനെയാണ് യേശുവിൽ ഗ്രോ ചെയ്യേണ്ടത്? ജി ഫോർ ഗോ ടു ചർച്ച്, സൺഡേ സ്കൂൾ, പ്രെയർ മീറ്റിംഗ്സ്. അടുത്തതെന്താ? ആർ ഫോർ റീഡ് ബൈബിൾ ആൻഡ് പ്രേ. നമ്മൾ എന്നും ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കണം. ഓ എന്താ? ഒബീഡിയൻ്റ് ആയിരിക്കണം, അനുസരണയുള്ളവരായിരിക്കണം. നമ്മൾ മറ്റുള്ളവരോട് പറയുന്നതെല്ലാം അനുസരണയുള്ളവരായിരിക്കണം. ഡബ്ല്യു ഫോർ വിറ്റ്നസ്. എന്താ വിറ്റ്നസ് എന്ന് വെച്ചാൽ നമ്മൾ സാക്ഷികളാകണം. എങ്ങനെ സാക്ഷികളാകണേ? നമ്മൾ ഇന്നൊരു കാര്യം അറിഞ്ഞു അല്ലേ? എന്താ അറിഞ്ഞേ? നമുക്ക് ദൈവത്തിൻ്റെ മക്കളാവാൻ പറ്റുമെന്ന് അറിഞ്ഞു. നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീർന്നു. എങ്ങനെയാണ് മക്കളായി തീർന്നേ? യേശു നമുക്ക് ചെയ്തു തന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ യേശുവിനെ നമ്മൾ ഹൃദയത്തിലേക്ക് ക്ഷണിച്ച് യേശുവിൻ്റെ മക്കളായി തീർന്നു. ഇനി യേശുവിൻ്റെ മക്കളായെന്ന് നമുക്ക് മാറിപ്പോകാൻ പറ്റൂ? ഇല്ല, നമ്മൾ മക്കളാ അല്ലേ? ഈ കാര്യം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട്, നമ്മുടെ ഫാമിലിയിലൊക്കെ പറയണം. യേശു നമുക്ക് ചെയ്തു തന്ന കാര്യങ്ങൾ, എങ്ങനെയാണ് യേശുവിൻ്റെ മക്കളാവാൻ പറ്റണേന്നൊക്കെ നമ്മുടെ ഫാമിലിയിലുള്ളവരോടും നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് അവരെയും ദൈവത്തിൻ്റെ മക്കളാക്കണ്ടേ? എല്ലാവരെയും നമുക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകണ്ടേ നമ്മുടെ കൂടെ തന്നെ? അങ്ങനെ നമുക്കെല്ലാവർക്കും ഗ്രോ ചെയ്യണം നമ്മൾ ദൈവത്തിൽ. എങ്ങനെയാ? നമ്മൾ സൺഡേ സ്കൂളിൽ പോകണം, പ്രെയർ മീറ്റിങ്സിന് പോകണം, ചർച്ചിൽ പോകണം, ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കണം, അനുസരണയുള്ളവരായിരിക്കണം, ദൈവത്തിൻ്റെ സാക്ഷികളായിരിക്കണം. അങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ മക്കളായിട്ട് വളരാനായിട്ട് സാധിക്കും. നമുക്കൊരു നിമിഷം നമ്മുടെ തലകളെ വണങ്ങാം, കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശുവേ നാഥ, ഇന്ന് ഞങ്ങൾക്ക് തന്ന ഈ നല്ല ദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഈ മെസ്സേജിലൂടെ നിന്നെ അപ്പനായിട്ട് സ്വീകരിക്കാൻ, നിൻ്റെ മക്കളായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ യോഗ്യരാക്കിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശുവേ, ഞങ്ങളെ
നിൻ്റെ നല്ല മക്കളായിട്ട് വളരുവാൻ ഞങ്ങളെ ഇനി സഹായിക്കണമേ. ഞങ്ങൾക്ക് നല്ല രീതിയിൽ അനുസരണയുള്ളവരും നല്ല സാക്ഷികളുമായിട്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ നല്ല മക്കളായി വളർന്ന് നിന്നോടൊപ്പം സ്വർഗരാജ്യത്തിൽ വസിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് നിൻ്റെ നല്ല സാക്ഷികളാനായിട്ട് അവസരം നൽകണമേ. ഞങ്ങൾക്ക് തന്ന നല്ല നിമിഷത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ നീ തന്നിട്ടുള്ള എല്ലാ നന്മകൾക്കായിട്ടും അപ്പം നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇനി നിമിഷം മുതൽ നിൻ്റെ നല്ല മക്കളായിട്ട് വളർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇനി മുന്നോട്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവരിലേക്ക് നിന്നെ പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാം യേശുവിൻ്റെ വിലയേറിയ നാമം തന്നെ കൃപയോടെ കേട്ടുത്തരമരലുമേറാകണമേ. ആമേൻ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കേട്ട കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് യേശുവിൻ്റെ മക്കളായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. വീണ്ടും കാണും വരെ ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. പ്രൈസ് ദ ലോർഡ്. ബൈ.